എടുത്ത് കൃഷി ചെയ്യുന്നവരായതുകൊണ്ട് അവർക്ക് നികുതി കൊടുക്കേണ്ട, അവസാനം നികുതി കൊടുക്കേണ്ടി വന്നത് ഇവിടുത്തെ കർഷക തൊഴിലാളികളാണ്. തീർച്ചയായും ശ്രീമതി ജമീല പ്രകാശം, താങ്കളുടെ നിലപാട് വ്യക്തമാണ്. ഞാൻ ഇടപെടുന്നത് സമയക്കുറവുകൊണ്ടാണ്. ശ്രീ PM സുരേഷ് ബാബു, താങ്കൾ ശ്രീമതി ജമീല പ്രകാശത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞാലും പൊതുജന സാമാന്യത്തിന് അവർ പറയുന്നതാണ് വസ്തുത എന്ന തോന്നൽ തന്നെ ഉണ്ടാകും. കോൺഗ്രസ് പക്ഷേ ഈ കാര്യം അറിയാഞ്ഞിട്ടല്ല, അതിൻ്റെ നേതാക്കൾക്ക് അറിയാഞ്ഞിട്ടല്ല, വിശ്വാസ സമൂഹത്തെ വ്രണപ്പെടുത്തിക്കൊണ്ടൊരു ദോഷമുണ്ടാകണ്ട എന്ന് കരുതി പിന്നോട്ടടിച്ച് വാങ്ങി നിൽക്കുകയാണ് നിങ്ങൾ. അത് ആത്മാർത്ഥതയില്ലാത്തതാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കാൻ പറ്റുക? ശ്രീ ജമീല പ്രകാശത്തിൻ്റെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒന്നും കോൺഗ്രസ് അംഗീകരിക്കുന്നേയില്ല. അതിനോട് കോൺഗ്രസ്സിന് യാതൊരു തരത്തിലുള്ള താത്വികമായ യോജിപ്പുമില്ല. അവർ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ക്ഷേത്രഭരണത്തിൽ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം കൊണ്ടുവരരുത് എന്നതാണ് കോൺഗ്രസിൻ്റെ സുചിന്തിതമായ അഭിപ്രായം. ഇവിടെ കഴിഞ്ഞ കാലം കഴിഞ്ഞതുപോലെ ഇരിക്കട്ടെ. നമ്മുടെ ബ്രിട്ടീഷുകാരൻ്റെ ഭരണകാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് എന്തൊക്കെ കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്, ഇന്ത്യയിൽ എന്തൊക്കെ ഒരുപാട് കൊണ്ടുപോയിട്ടുണ്ടല്ലോ. പക്ഷെ നമുക്ക് ആസ് ഓൺ ടുഡേ നമ്മുടെ കയ്യിലുള്ള സംഗതികൾ എന്താണ്? ക്ഷേത്രത്തിലുണ്ട്. ആ ക്ഷേത്രത്തിലുള്ള സ്വത്തുക്കൾ ഞങ്ങളുടേതാണെന്ന് രാജകുടുംബം ഇന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കോൺഗ്രസിനെ കാണാം അത് രാജകുടുംബത്തിൻ്റേതല്ല എന്നാദ്യം പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസിൻ്റെതായിരിക്കും. എന്തിനാണ് ഒരു മനുഷ്യനെ വേദനിപ്പിക്കുന്നത്, ഒരു കുടുംബത്തിനെ വേദനിപ്പിക്കുന്നത്? ഈ രാജ്യത്തിൻ്റെതായി, ഈ നമ്മുടെ സമൂഹത്തിൻ്റെതായി വന്നിട്ടുള്ള സമ്പത്തുകളും സ്വത്തുകളും സൂക്ഷിച്ചു വെക്കാൻ മനസ്സ് കാണിച്ച ജനങ്ങൾക്ക്, ക്ഷേത്രാരാധനയ്ക്ക്, ശ്രീ പത്മനാഭസ്വാമിയുടെ ആരാധനയ്ക്ക് വരകൊടുത്ത ഒരു സമൂഹത്തിനെ വേദനിപ്പിക്കാതെ തന്നെ ഗുരുവായൂർ മോഡൽ ഒരു ആക്ട് കൊണ്ടുവന്ന് ക്ഷേത്രഭരണം അവരുടെ കൈകളിൽ ഏൽപ്പിക്കുമെന്ന സുവ്യക്തമായ അഭിപ്രായമാണ്. ആരെയും വേദനിപ്പിക്കേണ്ട കാര്യമില്ല. അതിങ്ങ് ഏറ്റെടുക്കുമ്പോൾ ക്ഷേത്രത്തിലെ ട്രസ്റ്റിൻ്റെ കയ്യിൽ തന്നെ നിലനിർത്തണം എന്നല്ല ഗവൺമെൻറ് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ കൊടുത്ത അഫിഡവിറ്റിൽ പറഞ്ഞിട്ടുള്ളത്. നേരെ മറിച്ച് കോടതി അനുവദിക്കുമെങ്കിൽ ഞങ്ങളൊരു നിയമം പാസ്സാക്കാം. ആ നിയമത്തിൻ്റെ മാതൃക ഗുരുവായൂർ മോഡലാണ്. അങ്ങനെ പാസ്സാക്കി നമ്മൾ ഈ ക്ഷേത്രം സംരക്ഷിച്ചോളാം എന്ന് പറയുമ്പോൾ അവിടെ രാഷ്ട്രീയം കളിക്കുന്നതല്ല, മറിച്ച് ജനങ്ങളുടെ കൈകളിലേക്ക്. ഗവൺമെൻറ് അതിനകത്ത് ഒരിക്കലും ഇടപെടുകയില്ല. പക്ഷേ ഈ നിയമപ്രകാരം രൂപീകരിക്കപ്പെടുന്ന ട്രസ്റ്റിന് ഒരു തരത്തിലും ഒരു സെൻറ്റ് ഭൂമിയും എലീനേറ്റ് ചെയ്യാനുള്ള അവകാശവും അധികാരവും കൊടുക്കുകയില്ല. സൂക്ഷിക്കുകയും അത് ആ സൂക്ഷിപ്പിന് വേണ്ടി ചെലവഴിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം കൂടി, ഒരു പശ്ചാത്തലം നമ്മൾ ഓർമ്മിക്കണം. നേരത്തെ ശ്രീ സുന്ദരരാജൻ അദ്ദേഹമാണ് ഈ നിയമത്തിലൂടെ ഇത് കൊണ്ടുവന്നത്. ഞാൻ കേട്ടത്, സബ്ജക്റ്റ് ടു കറക്ഷൻ, എനിക്ക് കൃത്യമായി അറിയില്ല, അദ്ദേഹം ക്ഷേത്രത്തിന് അവകാശപ്പെട്ട ഒരു വീട്ടിലോ ഒരു അഗ്രഹാരത്തിലോ മറ്റോ ആണ് താമസിച്ചത്. ആ താമസിച്ച സമയത്ത് റെൻ്റ് അരിയേഴ്സ് ഉണ്ടായി, വാടക കൊടുത്തില്ല. ആ വാടക നോട്ടീസ്, ആ വാടക തരണമെന്ന് ക്ഷേത്ര ട്രസ്റ്റ് നോട്ടീസ് അയക്കുന്നതോടുകൂടിയാണ് ഈ നടപടികളൊക്കെ വരുന്നത്. അങ്ങനെ വാടക കൊടുക്കാതെ കഴിയുന്ന കുറെ പേരുകളുണ്ട്. അപമാനിക്കരുത് എന്ന് പറയുന്ന താങ്കൾ മരിച്ച അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം കൂടുതൽ എനിക്കറിയാം, കുഴപ്പമില്ല. ശ്രീ ഗോപാലകൃഷ്ണൻ, ഈ നേരത്തെ ശ്രീമതി ജമീല പ്രകാശൻ ചൂണ്ടിക്കാണിച്ചുവല്ലോ, 314 കരങ്ങൾ, മുലക്കരം പോലെ ഒട്ടും മനുഷ്യത്വരഹിതമായിട്ടുള്ള ടാക്സസ് ഒക്കെ വാങ്ങിച്ചിട്ടാണല്ലോ ഈ പണം മുഴുവൻ ഉണ്ടായത്. അവർക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല, ശരീരം അനങ്ങി പണിയെടുത്തിട്ടില്ല ഈ പറഞ്ഞിരിക്കുന്ന രാജാക്കന്മാരെന്നൊക്കെ വിളിക്കപ്പെടുന്ന ആളുകൾ. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായ തുക എന്ന് വെച്ചാൽ ഈ പറയുന്ന വിശ്വാസ സമൂഹം മാത്രമല്ലാത്ത ഒരു ദേശത്ത് നിന്ന് മുഴുവനായിട്ട് പിരിച്ചെടുത്ത തുക ഇത് ക്ഷേത്രത്തിനകത്ത് കൊണ്ടുപോയി വെക്കുകയാണ്. ഈ ക്ഷേത്രമാണെങ്കിൽ തന്നെ ക്ഷേത്രം, താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ രാജ്യത്തിനകത്തുള്ള മറ്റു ക്ഷേത്രങ്ങളെ പോലെയല്ല, ഇത് ഭരണത്തിൻ്റെ ഒരു സ്ഥലത്തേക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്തിരിക്കുകയാണ്. ദൈവത്തിന് ഞാൻ ഭരിക്കുകയാണ്, ഭരിക്കുന്ന ഇടമാണിത് എന്ന് പറഞ്ഞ് ഈ ടാക്സസ് ഒക്കെ അവിടെ കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്. ആ അർത്ഥത്തിൽ തന്നെ അത് പൊതുസാമാന്യത്തിൻ്റെതല്ലേ? അതിനകത്തേക്ക് ഈ ഒരു വ്യക്തി, ഈ ഒരു കുടുംബം, അതിലെ ചില വ്യക്തികൾ ആവർത്തിച്ച് നിയമ നടപടികളിലൂടെ അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഒരു തരത്തിലും ജനം ബുദ്ധിമുട്ട് ഉണ്ടാകേണ്ടതില്ല എന്ന നിലപാട് ശരിയാണോ? ഞാൻ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുകയാണ്. താങ്കളുടെ നിലപാട് എനിക്കറിയാം, എങ്കിലും സനീഷെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ജമീല പ്രകാശന് പറയുമ്പോൾ വിഷമൊന്നും വിചാരിക്കരുത്. രാജകുടുംബത്തോടുള്ള വിദ്വേഷം എന്താണെന്നുള്ളത് എനിക്കറിയാം, ഒരുപക്ഷെ പലർക്കും അറിയില്ല. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ CPM-ന്റെ കാര്യം ഞാൻ വെറുതെ ചോദിക്കുക. നേരത്തെ അവർ പറഞ്ഞതുകൊണ്ട് പറയാം, തൊഴിലാളി വർഗത്തിന്റെ പൈസ, ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പൈസയാണ് CPM ഡൊണേഷനായിട്ട് സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ പാട്ടകുലിക്ക് സ്വീകരിക്കുന്നത്. CPM AKG സെന്ററിൽ പൈസ കൊണ്ടുവയ്ക്കുമ്പോൾ ഇവിടുത്തെ തൊഴിലാളികൾ ഇത് ഞങ്ങളുടെ പൈസ എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ ചെന്നാൽ CPM കൊടുക്കുമോ? ജമീല പ്രകാശൻ അതിന് മറുപടി പറയണ്ടല്ലേ? ഇവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി കൊടുക്കുമോ? ഈ പറയുന്നതിൽ എന്തർത്ഥമാ? ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടിലെ സാധാരണക്കാരല്ലേ ന്യൂനപക്ഷ ക്ഷേത്രങ്ങളിൽ, ന്യൂനപക്ഷ ദേവാലയങ്ങളിൽ പൈസ ഇടുന്നത്? ഏതെങ്കിലും ന്യൂനപക്ഷ ദേവാലയങ്ങളിൽ, ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ ഈ ഇടവകയിലെ ആളുകൾക്ക് അവകാശമുണ്ടോ? ക്രിസ്ത്യൻ ദേവാലയങ്ങളുടെ ഞാൻ ഇടപെടരുത് കരുതിയാണ്. പക്ഷേ
പക്ഷേ എനിക്കൊരു സംശയം വരുന്നുണ്ട്, ഈ മുലക്കരം പോലെയൊക്കെ പിരിച്ചിട്ടൊന്നും അല്ലല്ലോ ഈ CPM അവിടെ കൊണ്ടുപോയി പൈസ വെക്കുന്നത്. മുലക്കര അത് അന്നത്തെ രാജഭരണമല്ലേ? അന്ന് രാജഭരണത്തിൽ പാട്ട കുലിക്കുകയും ചെണ്ട കുലിക്കുകയും പൈസ പിരിക്കാൻ പറ്റില്ല. അന്നുകൊണ്ട് അന്ന് കരത്തിന്റെ അടിസ്ഥാനത്തിൽ പിരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, എന്തടിസ്ഥാനത്തിൽ ആര് പിരിച്ചാലും ശരി, ആ പൈസ നേരെ ക്ഷേത്രത്തിൽ വന്നാൽ അത് ക്ഷേത്ര സ്വത്താ. അത് ജനകീയ സ്വത്ത് എന്ന് പറയുന്ന ഒരർത്ഥം ഈശ്വരന് കൊടുത്ത സ്വത്ത് ഈശ്വരന്റെയാ. അത് ഞാൻ ചോദിക്കട്ടെ, ശബരിമല പോകുമ്പോ എരുമേലിയിൽ ഇടുന്ന പൈസ എരുമേലി പള്ളിയുടെ പൈസയാ, അയ്യപ്പനിടുന്ന പൈസ അത് ജനകീയ പൈസ. ഇതെന്ത് പരിപാടിയാ? ശബരിമലയിൽ അയ്യപ്പന് കൊടുക്കുന്ന പൈസയ്ക്ക് മാത്രം ജനകീയ സ്വഭാവം, എരുമേലിയിൽ ഇടുന്ന പൈസ വ്യക്തിപരമായിട്ടുള്ള പള്ളിയുടെ പൈസ. ഒരുപക്ഷെ നിയമം എല്ലാവർക്കും ബാധകമാണ്. ഞാൻ ചോദിക്കട്ടെ, ജമീല പ്രകാശൻ പറയുന്ന വാദത്തോട് ഞാൻ അംഗീകരിക്കാം. ഇവിടുത്തെയുള്ള ന്യൂനപക്ഷ സമൂഹങ്ങളുടെ മുഴുവൻ സ്വത്തും സർക്കാരിന്റേതാണ് എന്ന് പറയാൻ ജമീല പ്രകാശൻ തയ്യാറാണോ? എങ്കിൽ ഈ വാദത്തോട് ഞാൻ അംഗീകരിക്കാം. ഇപ്പോഴും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു കാരണവശാലും രാജാവിന്റെ സ്വത്താണ് അത് എന്ന് രാജാവ് പറഞ്ഞിട്ടില്ല, രാജ കുടുംബം പറഞ്ഞിട്ടില്ല, BJP പറഞ്ഞിട്ടില്ല, ഇവിടുത്തെ ഹിന്ദു പ്രസ്ഥാനങ്ങൾ പറഞ്ഞിട്ടില്ല. ഞാൻ അഡ്വക്കേറ്റ് സുരേഷ് ബാബു പറഞ്ഞതിനോട് യോജിക്കുന്നു. ഒരു കാര്യത്തിൽ വിയോജിപ്പുണ്ട്. ഒരു കാരണവശാലും ഗുരുവായൂർ ക്ഷേത്രം മാതിരിയല്ല, അവിടുത്തെ വഴിയിൽ കടക്കാൻ തന്നെ വയ്യ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഗുരുവായൂർ ക്ഷേത്രം മാതിരിയല്ല. മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും മാറ്റി നിർത്തൂ. അവിടുത്തെ ദേവാലയങ്ങളിൽ എന്തുകൊണ്ടാണ് ക്രൈസ്തവ ദേവാലയത്തിലും മുസ്ലിം ദേവാലയങ്ങളിലും അവിടുത്തെ വിശ്വാസികൾ ഹിന്ദു ദേവാലയത്തിൽ ആ ദേവാലയത്തിലെ വിശ്വാസികൾക്ക് ഭരിക്കാൻ കൊടുക്കട്ടെ, വിശ്വാസികൾ ഭരിക്കട്ടെ, അവിടുത്തെ സ്വത്ത് എന്ത് ചെയ്യണമെന്ന് വിശ്വാസികൾ തീരുമാനിക്കട്ടെ. തീർച്ചയായും വളരെ നന്ദി അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ. ശ്രീമതി ജമീല പ്രകാശം അവസാനിപ്പിക്കാം, പക്ഷേ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. ഞാൻ വീണ്ടും പറയുന്നത് ഒരേ കാര്യമേ ഉള്ളൂ, ഇത് രണ്ടും രണ്ടായിട്ട് കാണണം. ക്ഷേത്രത്തിന്റെ ഭരണം, ദൈനംദിന ഭരണം, ആ കാര്യങ്ങളുടെ മാനേജ്മെന്റ് അത് വേറെ. ഈ സമ്പത്ത് ഇത് ജനങ്ങളുടെ സമ്പത്ത് തന്നെയാണ്. പിന്നെ പാട്ടകിലുക്കി രാഷ്ട്രീയ പാർട്ടികള് പണം പിരിക്കുന്നത് പറഞ്ഞു, അത് അടിച്ചു പിടിച്ചും എണ്ണയിൽ കൈമുക്കിച്ചും പുളിവാറലുകൊണ്ട് അടിച്ചും ദേഹത്ത് പച്ചറുമ്പനെ കയറ്റി വിട്ടും തലവെട്ടി കളഞ്ഞിട്ടൊന്നും അല്ലല്ലോ. കരം പിരിക്കുന്നത് പോലെയാണോ സംഭാവന വാങ്ങിക്കുന്നത്? BJP വാങ്ങിച്ചിട്ടില്ലേ കോടിക്കണക്കിന് രൂപ? ഞാൻ ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഒരു ആരോപണമായിട്ട് ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, അവര് വാങ്ങിക്കുന്നില്ലേ? അതുകൊണ്ട് അത്തരമല്ല, ബാക്കിയുള്ള ദേവാലയങ്ങളില് ഈ പത്മനാഭസ്വാമി ക്ഷേത്രം ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ ദേവാലയങ്ങളിലും ജനങ്ങൾ കാണിക്ക സ്വന്തം ഇഷ്ടപ്രകാരം കൊണ്ട് കൊടുക്കുകയാണ്. ഇവിടെ കാണിക്കയായിട്ട് കിട്ടിയിരിക്കുന്നത് വളരെ കുറച്ച് പണമാണ്. ബാക്കിയെല്ലാം ഇവിടത്തെ അന്നത്തെ രാജകുടുംബത്തിലെ അംഗങ്ങള്, ഇപ്പോഴത്തെ രാജകുടുംബത്തിലെ അംഗങ്ങളല്ല, കാണിക്കയായിട്ട് കോടിക്കണക്കിന് ശതകോടിക്കണക്കിന് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്ത പൈസയുടെ ബാക്കി അവിടെ കൊണ്ടുചെന്ന് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അവർക്ക് എന്തെങ്കിലും ഒരു ഭരണ വ്യത്യാസമോ ഒരു യുദ്ധമോ ഒക്കെ വന്നാല് ഈ പണം അത് അവർക്ക് അന്നേരം കൈയാളി അത് അവർക്കൊരു കൈമുതലായിട്ട് ഉപയോഗിക്കാം എന്നുള്ള രാജതന്ത്രം കൊണ്ട് തന്നെയാണ് അതവിടെ വെച്ചിരുന്നത്. പക്ഷേ ഈ രാജ്യം ഭരിച്ചിരുന്ന ശ്രീ പത്മനാഭൻ എന്നുള്ള ദൈവസങ്കല്പത്തിൽ നിന്നുമാണ് ഇവിടത്തെ അധികാരം ജനാധിപത്യ ഗവൺമെന്റ് ഏറ്റെടുത്തത്. ശ്രീ പത്മനാഭ ക്ഷേത്രത്തിൽ അതുകൊണ്ട് തന്നെ ഉള്ള ഇപ്പൊ ഈ വെളിപ്പെടുത്തിയിരിക്കുന്ന സമ്പദ് ശേഖരം അവിടെ അതിന്റെ ഒരു 3-4 ഈ ചേരൻ ചെങ്കുട്ടുവിന്റെയോ ആരുടെയൊക്കെ ചേരമാൻ പെരുമാളിന്റെയൊക്കെ കിരീടമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ചുരുക്കം ചില കാര്യങ്ങൾ അങ്ങനെയുള്ളത് ചരിത്ര മൂല്യമുള്ളത് അവിടെ ഒരു മ്യൂസിയത്തിലോ മറ്റോ വെച്ചിട്ട് ബാക്കി എല്ലാ ഭൗതിക ആസ്തികളും എത്രയും പെട്ടെന്ന് വിലയിട്ട് സുതാര്യമായ രീതിയിൽ അത് ലേലം ചെയ്ത് വിറ്റിട്ട്. തീർച്ചയായും വളരെ വ്യക്തമാണ് ശ്രീമതി ജമീല പ്രകാശം താങ്കളുടെ നിലപാട്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തത്. നമുക്കറിയാവുന്ന പോലെ വലിയ സമയം ആവശ്യമുള്ള ഒരുപാട് വശങ്ങളിലേക്ക് പോകേണ്ടുന്ന ചർച്ചയാണത്. ഒരുപാട് സമയം കേരളം അത് ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. വളരെ നന്ദി. അതുകൊണ്ട് തന്നെ ഈ സമയത്തിനകത്ത് ഈ ചർച്ചയെ പൂർണ്ണമാക്കാൻ സാധിക്കുന്നതുമല്ല എത്ര സമയമുണ്ടെങ്കിൽ പോലും. വളരെ നന്ദി ശ്രീമതി ജമീല പ്രകാശം, ശ്രീ അഡ്വക്കേറ്റ് സുരേഷ് ബാബു, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.